റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. കുറ്റിപ്പുറം അപകടത്തിന് കാരണമായ ബസ് സഞ്ചരിച്ചത് ട്രാക്ക് മാറി അമിത വേഗത്തിൽ. അപകടത്തിന് 1 കിലോമീറ്റർ മുൻപ് മുതൽ ബസ് സഞ്ചരിച്ചത് 113 മുതൽ 120 വരെ കിലോമീറ്റർ വേഗതയിലാണ്. ബസ് അമിത വേഗത്തിൽ ഓടുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന്. അപകടം നടക്കുന്നതിന് 45 സെക്കൻഡ് മുതലുള്ള ദൃശ്യങ്ങളാണ് കിട്ടിയത്. സാധാരണ ലെഫ്റ്റ് ട്രാക്കിലൂടെ പോകേണ്ട ബസ് സഞ്ചരിച്ചത് ഫാസ്റ്റ് ട്രാക്കിലൂടെയായിരുന്നു. സോണൽ കൃഷ്ണ വിവരങ്ങളുമായുണ്ട്. സോണൽ, 120 കിലോമീറ്റർ സ്പീഡിൽ ഇത്രയധികം ആളുകളുമായി ഒരു ബസ് സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ അത് അപകടം ക്ഷണിച്ചു വരുത്തലാണ്. തീർച്ചയായിട്ടും മാധു, ഈ അമിത വേഗമുണ്ട് ഈ ഡിഫൻഡർ ബസ്സിന് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അത് അപകടം നടക്കുന്നതിന് 45 സെക്കൻഡ് മുൻപ് പതിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങളാണ്. അതായത് ഈ അപകടം നടക്കുന്നതിന് 1 കിലോമീറ്റർ മുൻപാണ് ഈ ബസ്സിന്റെ വേഗത വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സാധാരണ രീതിയിൽ നാഷണൽ ഹൈവേയിൽ പോകുന്ന ബസ് ഉൾപ്പെടെ ഇടത് ട്രാക്കിൽ, അതായത് ഏറ്റവും ലോവസ്റ്റ് ട്രാക്കിലൂടെയാണ് ബസ് പോകേണ്ടത്. പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഏറ്റവും വേഗത്തിൽ പോകുന്ന ഫാസ്റ്റ് ട്രാക്കിലൂടെയാണ് ഈ ബസ് സഞ്ചരിച്ചത് എന്നുള്ളതാണ്. മണിക്കൂറിൽ 113 കിലോമീറ്റർ മുതൽ 120 കിലോമീറ്റർ വരെ വേഗത്തിലാണ് ബസ് സഞ്ചരിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ്. കാരണം എത്ര വേഗത്തിലാണ് ആ ബസ് മറ്റു വാഹനങ്ങളെ മറികടന്ന് ആ സ്പീഡ് ട്രാക്കിലൂടെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അത് കഴിഞ്ഞ് ഏകദേശം 45 സെക്കൻഡോട് കൂടിയിട്ടാണ് ആ ഡിഫൻഡർ ബസ് അപകടത്തിൽപ്പെട്ട് രണ്ടായി പിളരുന്ന സാഹചര്യമുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഡ്രൈവർക്ക് എന്നുള്ളത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. 80 കിലോമീറ്റർ വേഗതയിൽ മാത്രമാണ് ഈ ബസ്സിനൊക്കെ സഞ്ചരിക്കാനുള്ള അനുമതിയുള്ളത്. പക്ഷേ 113 മുതൽ 120 കിലോമീറ്റർ വരെ വേഗത്തിൽ ഓടുക എന്ന് പറയുന്നത് എത്ര ഗുരുതരമായ പിഴവാണ്. അതും ഫാസ്റ്റ് ട്രാക്കിലൂടെ, തങ്ങൾക്ക് അനുവദിച്ച ട്രാക്ക് അല്ലാതെ മറ്റൊരു ട്രാക്കിലൂടെ അമിത വേഗത്തിൽ പോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെ ആ പോകുന്നതിനിടയിലാണ് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി അവിടെ വലിയ അപകടം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഒരാൾ മരണപ്പെടുന്ന അപകടമാണ്. ഒരുപാട് പേർക്ക് ആ ബസ്സിൽ ഉണ്ടായിരുന്നത് കണക്കുകൾ പ്രകാരം 39 പേരാണ്. അത്രയും പേരുടെ ജീവൻ കാരണമായത് ഈ നിസ്സംഗതയും ഈ തരത്തിലുള്ള ഉത്തരവാദിത്തമില്ലായ്മയാണ് എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന ഒരു വിവരമാണ്. തീർച്ചയായിട്ടും അത് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതാണ്. അത് ബസ് അമിത വേഗത്തിലാണ് വന്നത് എന്നുള്ളതിന് എല്ലാ സൂചനകളുമുണ്ട്. കാരണം പെട്ടെന്ന് അദ്ദേഹം ബ്രേക്ക് ഇടുന്നു. ആ സമയത്ത് മഴയുണ്ട്. അതുകൊണ്ട് തന്നെ ബസ് തെന്നിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തെന്നിപ്പോകുന്നതിനിടയിലാണ് ആ ഡിവൈഡറിൽ ഇടിച്ചുകൊണ്ട് ബസ് രണ്ടായി പിളർന്ന് ഏകദേശം 50 മീറ്ററോളം ആ പിളർന്നുകൊണ്ട് ആ ബസ് പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ്. പോലീസിന്റെയും മറ്റ് അന്വേഷണ സംഘത്തിന്റെയും അനുമാനം തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. അതായത് താലൂക്ക് ആശുപത്രിക്ക് അടുത്ത് വെച്ച് ഏകദേശം 500 മീറ്റർ മാറിയാണ് 45 സെക്കൻഡ് മുൻപുള്ള ദൃശ്യങ്ങളാണ്. അതായത് ആ ഫ്ലൈ ഓവറിന് താഴത്തേക്ക് ബസ് പ്രവേശിക്കുന്ന ദൃശ്യങ്ങളാണ്. അത് അതായത് ദേശീയപാതയുടെ CCTV ക്യാമറയിൽ, അവരുടെ ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ള ദൃശ്യമാണ് ഈ പുറത്തു വന്നിട്ടുള്ളത്. അത് വലിയ വേഗത്തിൽ ആ ഫാസ്റ്റ് ട്രാക്കിലൂടെ ഈ ബസ് വന്ന് കയറുന്നു. അതിനുശേഷവും ആ ട്രാക്കിലൂടെ തന്നെയാണ് ബസ് മുന്നോട്ട് പോകുന്നത്. ബസ്സിനൊക്കെ അനുവദിക്കുന്ന ട്രാക്ക് എന്ന് പറയുന്നത് വേഗത കുറഞ്ഞ ലെഫ്റ്റ് ട്രാക്കാണ്. പക്ഷേ അതിലൂടെ ഒന്നുമല്ല ഈ ബസ്സുകൾ പോകുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്ന ദൃശ്യമാണ്. അപകടത്തിൽപ്പെട്ട ബസ്സാണ് എന്നുള്ളതാണ് ഗൗരവമേറിയിട്ടുള്ള വിഷയം. എന്തായാലും ഈ വിഷയം കൂടി കണക്കിലെടുത്തുകൊണ്ട് ആ തീവ്രത, അപകടത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ദൃശ്യങ്ങളാണ്. കാരണം വളാഞ്ചേരി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ വരുന്നത് കുറ്റിപ്പുറമാണ്. അതുകൊണ്ട് അവിടെ നിന്ന് വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ പോയി അവിടെ നിന്ന് ദേശീയപാതയിലേക്ക് കയറി കഴിഞ്ഞാൽ കുറ്റിപ്പുറം എത്താൻ ഏകദേശം വലിയ കിലോമീറ്റർ ദൂരമുണ്ട്. അതുകൊണ്ട് ആ വേഗത, ഇവരുടെ സമയത്തിലെ ക്രമീകരണം ഓടി തീർക്കുക അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ള ആ ഒരു രീതിയാണ് ഈ ബസ്സും ഡിഫൻഡറും ഫോളോ ചെയ്തിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സാധാരണ 50 കിലോമീറ്റർ വേഗത്തിൽ പോകേണ്ട ഒരു ബസ് 113 മുതൽ 120 കിലോമീറ്റർ വേഗതയിൽ തെളിയിക്കുന്ന ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. ഈ അപകടം ഉണ്ടാകുന്നതിന് 1 കിലോമീറ്റർ മുമ്പാണ് വാഹനം അമിത വേഗതയിലേക്ക് മാറുന്നത്. സ്പീഡ് ട്രാക്കിലൂടെ പോകുന്നത് നമുക്ക് വളരെ വ്യക്തമായി കാണാം. 113 മുതൽ 120 കിലോമീറ്റർ വേഗതയിലാണ് ആ വാഹനം സഞ്ചരിക്കുകയും ഏറ്റവും അവസാനം അപകടത്തിലേക്ക് എത്തുകയും വാഹനം രണ്ടായി പിളർന്നു പോകുന്ന തരത്തിലാണ് ഇടിച്ചു വീണത് എന്ന് ആലോചിക്കണം. അങ്ങനെ ഒരു അപകടം ഉണ്ടാകാൻ കാരണം ഈ അമിതവേഗം തന്നെയാണ് എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്.